എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ലക്കിന് നേരെ വരുന്ന ആസ്തനെയാണ്. എനിക്ക് നേരെ വരുന്ന അവനെ എന്റെ പവർ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്നാണ് തന്റെ ത്രെഡ് മാജിക് ഉപയോഗിച്ച് ആസ്തയെ വെനസ പിടിച്ചു വെക്കുന്നത്. അവരാ ത്രെഡ് ഉപയോഗിച്ചത് എന്റെ ടൈമിംഗ് ഒഴിവാക്കാനാണോ? കമോൺ ആസ്ത, ഗോ! ഞങ്ങളുടെ ഫീലിംഗ്സ് നിന്നെക്കാൾ ഒരുപാട് വലുതാണ് എന്ന് പറഞ്ഞ ആസ്ത അവനെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. സോ താഴെ വീണ അവനെ വെനസയും മാഗ്നയും ചേർന്ന് പിടിച്ചു വെക്കുന്ന സമയത്ത് ആസ്ത തന്റെ സോഡ് ഉപയോഗിച്ച് അവനെ അങ്ങ് കുത്തുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കുട്ടിയായിരിക്കുന്ന ലക്കിനെയാണ്. എന്താ ഇവിടെ നടക്കുന്നേ? എനിക്കൊരു ശബ്ദം കേൾക്കാനുണ്ട്. എഴുന്നേക്ക് ലക്ക്, നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എഴുന്നേറ്റ് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യ. ഞാൻ ഒരിക്കലും നിന്നെ പോകാൻ അനുവദിക്കില്ല. വേഗം തിരിച്ചു വാ ലക്ക്. എന്താ ഇവിടെ നടക്കുന്നേ? ആരാ അത്? ലക്ക്, എന്റെ അടുത്തോട്ട് വാ. നീ ഒരു സാധാരണക്കാരനല്ല, എപ്പോഴും നീ എന്റെ കൂടെ വേണം എന്ന് അവന്റെ അമ്മ അവനോട് പറയുന്നത് പോലെ തോന്നുന്നു. ശരിയാണ്, എന്നെ സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്റെ അമ്മയാണ്. ഞാൻ ജീവിക്കുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്റെ മുഴുവൻ മാജിക് പവറും പുറത്തു കൊണ്ടുവരാൻ പോവാണ്. ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാം മരിച്ചു പോകും. എല്ലാ ഹ്യൂമൻസിനെയും ഞാൻ കൊന്നു കളയും എന്ന് വിളിച്ചു പറയുവാണ് ലക്ക്. സോ മുൻപത്തെ എൽഫിനെ പോലെ തന്റെ മുഴുവൻ മാജിക് പവർ ഉപയോഗിച്ച് സ്വയം ഇല്ലാതാവാൻ ശ്രമിക്കുവാണ് ലക്ക്. എല്ലാത്തിനെയും ഞാൻ കൊന്നു കളയും. എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം നിങ്ങൾ ഇല്ലാതാക്കി, അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതിനെയും ഞാൻ ഇല്ലാതാക്കും. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങൾ മനുഷ്യർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ലക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്താണ്. ദയവ് ചെയ്ത് അവനെ ഞങ്ങളിൽ നിന്നും തട്ടിയെടുക്കരുത് പ്ലീസ്. അവനെ ഞങ്ങൾക്ക് തിരിച്ചുതാ. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരും ഇതുപോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുറത്തു വാ ലക്ക് എന്ന് പറഞ്ഞ ആസ്ത അവനെ ഒറ്റ കുത്തങ്ങ് കുത്തുന്നു. ഇതേ സമയം അമ്മയുടെ അടുത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലക്കിന് പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നത് പോലെ തോന്നുന്നു. ഐ ആം സോറി മാം, എനിക്ക് പോണം. ഞാൻ എന്താണെങ്കിലും എനിക്ക് പ്രധാനപ്പെട്ട ചിലത് ഞാൻ കണ്ടെത്തി. സോ ഗുഡ് ബൈ, താങ്ക് യു ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടുന്നു. ഇന്നു മുതൽ നീ ബ്ലാക്ക് ബുൾസിലെ ഒരാളാണ്. നിന്നെ ഞാൻ ഒരു ചെറിയ കോഴിയാക്കി മാറ്റും. നിനക്കെന്നെ നിന്റെ വലിയൊരു സിസ്റ്റർ ആയിട്ട് കാണാം. മൈ ന്യൂ ഫ്രണ്ട്, നിന്നെ കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. ഹേയ്, ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ഇതെന്റെ സിസ്റ്റർ മറി, ഒരു ഏഞ്ചലിനെ പോലെയില്ലേ? നീ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നീ ആഗ്രഹിക്കുന്ന എന്തു വേണമെങ്കിലും നിനക്ക് ചെയ്യാം. ഞങ്ങൾ എപ്പോഴും നിന്റെ ഒരു സുഹൃത്തായിരിക്കും. ഞാനൊരു റോയൽറ്റി ആയതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കാം. ദ ഫൈനൽ ബാറ്റിൽ നീയും ആ യൂനോയും തമ്മിലല്ല, ഇത് എനിക്കും നിനക്കും തമ്മിലുള്ള യുദ്ധമാണ് ലക്ക്. സോ അവന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയ ലക്ക് പുറത്തോട്ട് വരുന്നു. ഞാനും അത് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ലോകമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും. ഞാനും നിങ്ങളെ പോലെയുള്ള മനുഷ്യരുമായി കൂട്ടുകൂടാൻ ആഗ്രഹിച്ചു എന്നാ എൽഫിന്റെ രൂപവും പറയുന്നു. സോ എൽഫായി മാറിയിരുന്ന ലക്ക് ഇപ്പോ പഴയതുപോലെ ആയിരിക്കുന്നു. പറ, ഞാൻ ഇപ്പോഴും ബ്ലാക്ക് ബുൾസിലെ ഒരു മെമ്പർ അല്ലേ? നീ എന്താ പറയുന്ന ലക്ക്? അതൊരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് മാഗ്ന അവനോട് പറയുന്നു. സോ ലക്ക് തിരിച്ചു വന്നത് കണ്ട് അവർക്കെല്ലാം ഒരുപാട് സന്തോഷമാകുന്നു. എന്ന സന്തോഷം കൊണ്ട് മാഗ്ന അവനെ കെട്ടിപ്പിടിച്ചത് കണ്ട് എല്ലാവരും അവനെ കളിയാക്കുന്നു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഗായ്സ് എന്ന് ലക്ക് അവരോട് പറയുന്നു. ഓ, സോർട്ട ടൗൺ ഞാൻ നശിപ്പിച്ചോ? ഒരു ടൗൺ നശിപ്പിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ സുരക്ഷിതരല്ലേ? നീ പേടിക്കണ്ട, അവരെല്ലാം സുരക്ഷിതരാണ് എന്ന് വെനസ് അവനോട് പറയുന്നു. അപ്പോഴാണ് ആസ്തയെ പറ്റി അവർ ആലോചിക്കുന്നത്. ആസ്ത, നീ എങ്ങനെയാ അത് ചെയ്തേ? എന്താണ് ആ വാൾ? ലക്കിനെ പഴയതുപോലെ ആക്കാൻ സഹായിച്ചത് ഈ സ്വോർഡാണോ? അതെ, യൂനോ പറയുന്നത് പോലെ ഇതിന് മാജിക് എഫക്റ്റ് ആവശ്യമാണ്. മറ്റുള്ളവരുടെ മാജിക് സ്പെല്ലെല്ലാം വലിച്ചെടുത്ത് ഇതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇത് കേട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല, പക്ഷെ കുറച്ച് സമയം കിട്ടിയാൽ ഇതുപയോഗിച്ച് റീഇൻകാർനേഷൻ സ്പെൽ പൂർണ്ണമായി ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ ലക്കിന്റെ സംഭവത്തോടെ എനിക്കിപ്പോ ആ കാര്യം മനസ്സിലായി. ഈ എൽഫുകളൊന്നും തുടക്കത്തിൽ മോശക്കാരായിരുന്നില്ല. ലക്കിന്റെ ശരീരത്തിനും അവൻ പോയതിനർത്ഥം അവൻ വീണ്ടും മരിച്ചു പോയെന്നാണോ? പക്ഷെ അവസാനം അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ഗിൽറ്റി പേഴ്സൺ ശരിക്കും ആരായിരുന്നു? നീ അവനെ മോചിപ്പിച്ചത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. റീഇൻകാർനേഷൻ സ്പെൽ ശരിക്കും സങ്കടകരവും ഭയാനകരവുമാണ്. ഐ സി. അങ്ങനെയാണെങ്കിൽ എൽഫുകളായ മനുഷ്യരെ മുഴുവൻ പഴയതുപോലെ ആക്കിയേ പറ്റൂ. വെയിറ്റ്, നീ എന്ത് ഈ പറയുന്നേ? അങ്ങനെയെങ്കിൽ ഇതുപോലെ ഒരുപാട് പേരുണ്ടോ? എൽഫുകളായി മാറിയ മനുഷ്യരെല്ലാം ഈ രാജ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കേട്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ആകാശത്ത് കണ്ട ആ വെളിച്ചം റീഇൻകാർനേഷൻ ആയിരുന്നോ? ആകാശത്തിലൂടെ പറന്നു പോകുന്ന വലിയ സാധനം റോയൽ ക്യാപിറ്റലിലോട്ടാണ് പോകുന്നത്. നമ്മൾക്കും അങ്ങോട്ട് പോയേ പറ്റൂ. ക്ലോവർ കിങ്ഡത്തെ പ്രൊട്ടക്ട് ചെയ്യണം. അതെ,
പക്ഷെ അതിനു മുൻപ് നമുക്ക് ഹൈഡൌട്ടിലോട്ട് പോകണം. അവിടെയുള്ളവരെയും ഈ കാര്യം അറിയിച്ചേ പറ്റൂ. ഹേയ്, അതിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കാം എന്ന് പറഞ്ഞ് ലക്ക് അവരെയും കൊണ്ടുപോകുന്നു. സോ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന എൽഫിന്റെ എനർജി ഇപ്പോഴും അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോ ഒരുപാട് സ്ട്രോങ് ആയി മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് ഇനിയും സ്ട്രോങ് ആയേ പറ്റൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. തങ്ങളുടെ ഹൈഡൌട്ട് നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പൊ അങ്ങനെ ഒരു ഹൈഡൌട്ട് ഇല്ല. ഹേയ്, എന്താ ഇവിടെ സംഭവിച്ചേ? ഇതിനെല്ലാം കാരണം ആ എൽഫുകളാണോ എന്ന് ആസ്ത ചോദിക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന കല്ലുകൾക്കടിയിൽ നിന്നും കുറച്ച് ജീവികൾ വരുന്നത്. ഇത് ക്യാപ്റ്റൻ വളർത്തുന്ന മാജിക്കൽ ബീസ്റ്റുകളാണ്. ഹേയ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെവിടെ എന്ന് ആ ബീസ്റ്റിനോട് ചോദിക്കാണ് ആസ്ത. സോ മറ്റുള്ളവർ എവിടെയാണെന്ന് അത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ആസ്തയും വെനസ്തയും മാഗ്നയും ഒക്കെ അവർ കാണുന്നത്. ഇത് കണ്ട് അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നു. വാവ്, ഈ സ്ഥലത്തിന് ഇത് എന്ത് പറ്റി എന്ന് ലക്ക് അവരോട് ചോദിക്കുന്നു. അപ്പോഴാണ് ഇതിനു മുൻപ് കണ്ടു പരിചയമില്ലാത്ത ഒരാളെ അവർ അവിടെ കാണുന്നത്. ഹേയ്, ആരാ നീ? നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഹായ്, വെൽക്കം ബാക്ക് മാഗ്ന. ഹേയ്, എന്റെ പേര് നിനക്കെങ്ങനെ അറിയാം? ഇതിനു മുൻപ് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അവന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് മാഗ്നയുടെ മാജിക് പവർ എല്ലാം അവൻ വലിച്ചെടുക്കുന്നു. ഹേയ് നിൽക്ക്, ഇവൻ നമ്മുടെ ശത്രുവൊന്നുമല്ല. ഒരുപാട് കാലമായിട്ട് ഇവിടെയുള്ള ഒരു മെമ്പറാണ്. എല്ലാവരുടെയും മാജിക് പവർ വലിച്ചെടുക്കുന്ന ഒരു വിചിത്രമായ അസുഖം ഇവനുണ്ട്. ബ്ലാക്ക് ബുൾസ് ഹൈഡൌട്ടിന്റെ ഓണർ ആണ് ഇവൻ, ഹെൻറി. എനിക്ക് മാജിക് പവർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവനെ എപ്പോഴും കാണാറുണ്ട്. ഹേയ് വെയിറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവനെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലേ? സോ ഇത്രയും കാലം തങ്ങൾ താമസിച്ചിരുന്ന ഹൈഡൌട്ടിൽ തങ്ങൾ അറിയാതെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നുവെന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇനിയും ഇതുപോലെ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് വെനസ. ഹേയ്, അതവിടെ നിൽക്കട്ടെ, എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചേ? സോ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം എഗ്രിപ്പയും ഗ്രേയും അവരോട് പറയുന്നു. എന്ന് അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ഓ നോ, ഗൗച്ചി അവനും ഐ നോ, അവൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം യഥാർത്ഥ ഗോച്ചി അവന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്നാണ്. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ എന്ത്, അവർ റോയൽ ക്യാപിറ്റലിലോട്ട് പോയെന്നോ? ഡേയ്, എന്തുവാണ് ഇവിടെ നടക്കുന്നേ? നിനക്കെങ്ങനെ ഇതൊക്കെ മനസ്സിലാവുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നമുക്ക് ഗൗച്ചിയെ രക്ഷിച്ചേ പറ്റൂ. പക്ഷെ എന്റെ കയ്യിൽ മാജിക് കുറവാണ്. ഹേയ്, നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, ഇത് ഞാനും ആസ്തയും നോക്കിക്കോളാം എന്ന് പറയുവാണ് ലക്ക്. അതെ ഗൗച്ചി, നിന്നെ ഞങ്ങൾ രക്ഷിക്കൂടാ എന്ന് വിളിച്ചു പറയാണ് ആസ്ത. അപ്പോഴാണ് അവർക്ക് നേരെ എന്തോ വരുന്നത് പോലെ അവർക്ക് തോന്നുന്നത്. ഹേയ്, എന്താ അത്? ഈ ശക്തമായ മാജിക് പവർ. നിങ്ങളോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. അത് ചെയ്തവനെ ഞാൻ കൊന്നുകളയും. ആരാ അത് ചെയ്തേ? ചാർമിൻ? ഇല്ല, ചാർമിനും അതുപോലെ ആയെന്ന് എന്നോട് പറയരുത്. ഹൈഡൌട്ടിന് പുറകിലുണ്ടായിരുന്ന എന്റെ പച്ചക്കറിത്തോട്ടം ആരാ നശിപ്പിച്ചത്? ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വെജിറ്റബിൾ ഗാർഡൻ ആണത്. ഒരുപാട് രുചികരമായ സാധനങ്ങൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പട്ടിണി കടന്ന് ഓടിയെത്തിയത് ഇത് കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുവാണ് ചാർമിൻ. ഹേയ്, ആ ഗാംഭീര്യമുള്ള ശബ്ദം അവളുടെ വയറിനകത്താണോ കേൾക്കുന്നത്? സോസ് കഴിച്ചിട്ടൊന്നും എന്റെ വിശപ്പ് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. എന്റെ ഈ ഗാർഡൻ നശിപ്പിച്ചത് നിങ്ങളാണോ എന്ന് ചോദിക്കുവാണ് ചാർമിൻ. അത് പിന്നെ ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾ വന്നപ്പോ തന്നെ ഇതിങ്ങനെയായിരുന്നു. പിന്നെ ആരാ അത് ചെയ്തേ? എനിക്ക് തോന്നുന്നു ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെയും കുറച്ച് എൽഫുകളുടെയും പണിയാണെന്ന്. ഐ ഓഫ് ദ മിഡ്നൈറ്റ് സൺ എൽഫ്സ്? ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കും. ഫോളോ മീ. ഞങ്ങൾക്ക് നിന്റെ കൂടെ വരണമെന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ മാജിക് പവർ ഇല്ല. എന്ത്, നിങ്ങളുടെ മാജിക് പവർ തീർന്നു പോയെന്നോ? കോട്ടൺ ക്രിയേഷൻ മാജിക് ഷീപ്പ് കുക്ക് ഹെഡ് ഷെഫ് എന്ന് പറഞ്ഞ് ഫുഡ് ഉണ്ടാക്കുവാണ് ചാർമിൻ. ഹേയ് വെയിറ്റ്, ഇത് കഴിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. എത്രയും പെട്ടെന്ന് റോയൽ ക്യാപിറ്റലിലോട്ട് പോയേ പറ്റൂ. കഴിക്കാനാ പറഞ്ഞ്. സോ റോയൽ ക്യാപിറ്റൽ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും വിശപ്പുള്ളത് കൊണ്ട് അവർ ആ ഫുഡ് കഴിക്കുന്നു. എന്നാ പെട്ടെന്നാണ് തീർന്നു പോയ മാജിക് എല്ലാം റീഫിൽ ആവുന്നത് പോലെ അവർക്ക് തോന്നുന്നത്. ഇത് കണ്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. നിങ്ങൾ എത്രത്തോളം കഴിക്കുന്നു എന്നതിനനുസരിച്ച് ഹെഡ് ഷെഫിന്റെ കുക്കിംഗ് നിങ്ങളുടെ മാജിക് തിരിച്ചു കൊണ്ടുവരും. ഹേയ് ചാർമിൻ, നീ ശരിക്കും നല്ലൊരു കാര്യമോ ചെയ്തേ. തീർച്ചയായിട്ടും റോയൽ ക്യാപിറ്റലിലോട്ട് പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കും. ഇത് കൂടുതൽ കഴിച്ചാൽ എനിക്ക് മാജിക് പവർ കിട്ടുമോ എന്ന് ചോദിച്ച് ആകാംക്ഷയോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്ത. ഹേയ്, സീറോ എപ്പോഴും സീറോ ആയിരിക്കും, പക്ഷെ നീ അത് കഴിച്ചേ പറ്റൂ. ഹേയ് ഹെൻറി, നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വന്നാൽ എല്ലാവരുടെയും മാജിക് പവർ അബ്സോർബ് ചെയ്യും. ഹേയ്, അത് വിട്ടേക്ക്, വലിച്ചെടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ അതിന് മാത്രം മാജിക് പവർ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാഗ്നി അവനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. ലൂണറ്റ്സും റില്ലും ഗോൾഡൻ ടൗണിലെ ആ തടിയനും എൽഫായി മാറി. ഓ നോ, ഗോൾഡൻ ടൗണിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടാ ക്യാപ്റ്റൻ പോയിരിക്കുന്നത്. ഫിൻഡറിൽ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. നോയൽ എവിടെ? ആ ഹൈഡൌട്ടിനെ ഫോളോ ചെയ്ത് അവൾ അവളുടെ ബ്രദറിന്റെ കൂടെ റോയൽ ക്യാപിറ്റലിലോട്ട് പോയി. നമ്മൾ അറിയാത്ത ആ ബ്ലാക്ക് ബുൾസിലെ മറ്റൊരു മെമ്പർ ആയിട്ടുള്ള സോറയും അവരുടെ കൂടെയുണ്ട്. ഹേയ്, സംസാരമൊക്കെ പിന്നെ ആദ്യം കഴിക്കാൻ നോക്ക് എന്ന് പറയുവാണ് ചാർമിൻ. എനിക്കറിയാവുന്ന ബ്ലാക്ക് ബുൾസ് ഇതാണ്. ഇവരുടെ ഇടയിൽ ആയിരിക്കാവുന്നുള്ളത് വളരെ സ്പെഷ്യൽ ആണ്. റീകോമ്പിനേഷൻ മാജിക്
ദ റാഗിംഗ് ബ്ലാക്ക് ബുൾ ചാർജിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് ബ്ലാക്ക് ബുള്ളിന്റെ ഹൈഡോട്ട് ഒരു വലിയ ബുള്ളിനെ പോലെ ആക്കി മാറ്റുവാണ് ഹെൻറി. ലെറ്റ്സ് ഗോ. ക്ലോവർക്കിന്റെ രക്ഷിക്കാൻ ബ്ലാക്ക് ബുൾസ് ഇതാ വരുന്നു. ബ്ലാക്ക് ബുൾ